Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ ഗിവ്അവേകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme 6 Proയുടെ ക്യാമറ റിവ്യൂ ആണ്. റിയർ സൈഡിൽ ക്വാഡ് ക്യാമറയാണ് വരുന്നത്. 64 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 12 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ്, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസും ചേർന്നാണ് റിയർ ക്വാഡ് ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഡുവൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 32 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിളും ചേർന്ന് ഡുവൽ സെൽഫി ക്യാമറയാണ് Realme 6 Proയിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ Realme 6 Proയുടെ ക്യാമറ റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗിവ്അവേകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഗിവ്അവേയിൽ പങ്കെടുത്ത സമ്മാനങ്ങൾ നേടാം. നമുക്ക് ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. നൈറ്റ് മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ്, 64 മെഗാപിക്സൽ മോഡ്, ടൈം ലാപ്സ്, അൾട്രാ മാക്രോ, സ്ലോ മോഷൻ, എക്സ്പേർട്ട്, പനോരമ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും നൈറ്റ് മോഡ്, വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, സ്ലോ മോഷൻ, പനോരമ, ടൈം ലാപ്സ് എന്നീ ഓപ്ഷനുകളും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് റിയർ ക്യാമറയിൽ 4K വീഡിയോ 30 ഫ്രെയിംസിലും 180p വീഡിയോ 720p വീഡിയോ നമുക്ക് 60 ഫ്രെയിംസ് അല്ലെങ്കിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 180p വീഡിയോ 720p വീഡിയോ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണുള്ളത്. 4K വീഡിയോയുടെ ഓപ്ഷനൊന്നും നമുക്കില്ല. സാംസങ് M31 4K വീഡിയോ ഫ്രണ്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ Realme 6 Proയിൽ ഡേ ലൈറ്റ് കണ്ടീഷനിലും ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ ആയിട്ട് ഒരുപാട് സാമ്പിൾ ഇമേജസും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. മാക്രോ മോഡ്, പോർട്രേറ്റ് മോഡ്, 64 മെഗാപിക്സൽ മോഡ്, നൈറ്റ് മോഡ്, അങ്ങനെ വേരിയസ് ഓപ്ഷൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സാമ്പിൾ ഇമേജസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഡേ ലൈറ്റ് കണ്ടീഷനിലെ പെർഫോമൻസ് ആണ് നോക്കുന്നത്. ഡേ ലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് Realme 6 Proയിൽ നല്ല ഇമേജസ് ആണ് എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ട്രൂ കളർ ഡെപ്തോട് കൂടി തന്നെ ഇമേജസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് സൂം ചെയ്ത് നോക്കുകയാണെങ്കിലും ആ ഇമേജിൻ്റെ ക്വാളിറ്റി ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോർമൽ മോഡിലെടുത്ത ഇമേജസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പോർട്രേറ്റ് ഇമേജസിലേക്ക് വരാം. പോർട്രേറ്റ് ഇമേജസിലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നമുക്ക് 2-3 സാമ്പിളും കൂടി നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് അൾട്രാ മാക്രോ മോഡിൽ എടുത്ത ഇമേജസ് ആണ്. ഇവിടെയും നമുക്ക് നല്ലൊരു റിസൾട്ട് Realme 6 Proയിൽ ലഭിച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഇമേജാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ വൈഡ് ആംഗിളിലേക്ക് വരാണെങ്കിലും നല്ലൊരു ഏരിയ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ വൈഡായിട്ട് തന്നെ സീൻ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നല്ലൊരു വൈഡ് ആംഗിൾ പെർഫോമൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് Realme 6 Proയിൽ. ഇനി നമുക്ക് 64 മെഗാപിക്സൽ മോഡിലെടുത്ത കുറച്ച് ഇമേജസ് നോക്കാം. നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകുക നമ്മൾ ആ ഒരു സൂം ചെയ്ത് നോക്കുമ്പോഴാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു ഫൈൻ ക്വാളിറ്റി ഇമേജാണ് നമുക്ക് ലഭിക്കുന്നത് 64 മെഗാപിക്സൽ മോഡിൽ. നമ്മൾ ആ സൂം ചെയ്ത് നോക്കിയാൽ മാത്രമാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജാണ്
നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫോട്ടോയിൽ നല്ല കളറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് റിയർ ക്യാമറയിലെടുത്തൊരു വീഡിയോ സാമ്പിളാണ്. ഇവിടെയും നമുക്കൊരു എബോവ് ആവറേജ് റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള നോയ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാലും ഒരു എബോവ് ആവറേജ് ക്വാളിറ്റിയാണ്. നമുക്ക് ഭയങ്കര ഹൈ ക്വാളിറ്റി വീഡിയോ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല, പക്ഷെ എന്നാലും ഒരു ആവറേജ് ക്വാളിറ്റി വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് റിയർ ക്യാമറയിൽ നല്ല സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാം. ഫ്രണ്ട് ക്യാമറയിൽ നോർമൽ മോഡിലെടുത്ത ഒരു ഇമേജാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്കൊരു നല്ല റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫേസിൻ്റെ ആ ഒരു ക്യാപ്ചറിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ക്യാമറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പോർട്രേറ്റ് ഇമേജാണ്. പോർട്രേറ്റ് ഇമേജ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ എടുക്കാനായിട്ട് സെൽഫി ക്യാമറയിൽ സാധിച്ചിട്ടുണ്ട്. ഒരു ട്രൂ കളർ ഫോട്ടോ ആണ് നമുക്ക് Realme 6 Proയിൽ സെൽഫി ക്യാമറയിൽ ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് Realme 6 Proയിൽ എടുത്ത ഒരു സെൽഫി വീഡിയോ ആണ്. ഇവിടെ നമുക്കൊരു എബോവ് ആവറേജ് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് ഹൈ ക്വാളിറ്റി എന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല, എന്നാലും നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ തന്നെ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റെബിലൈസേഷൻ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറയിൽ ചെറിയ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്ര എഫിഷ്യൻ്റ് ആയിട്ടല്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു സെൽഫി വീഡിയോ ആണ്. നമ്മൾ റീസെൻ്റ്ലി Realme 6 ക്യാമറ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇത്രയും ഒരു വൈഡ് ആംഗിൾ ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് വൈഡ് ആംഗിളിൽ ക്യാപ്ചർ ചെയ്യുന്ന കാരണം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ലോ മോഷൻ വീഡിയോ നമുക്ക് 6 Proയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാംസങ് M31 നമുക്ക് നല്ല രീതിയിൽ എടുക്കാനായിട്ട് സാധിച്ചിരുന്നു. നമുക്ക് ഇവിടെ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് 6 Proയിലും എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡേലൈറ്റ് കണ്ടീഷനിൽ നമുക്ക് 64 മെഗാപിക്സൽ മോഡിലാണെങ്കിലും നോർമൽ മോഡിലാണെങ്കിലും മാക്രോ ഫോട്ടോഗ്രാഫി ആണെങ്കിലും അതുപോലെ തന്നെ പോർട്രേറ്റ് ഇമേജസ് ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള റിസൾട്ടുകളാണ് നമുക്ക് Realme 6 Proയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡേലൈറ്റ് കണ്ടീഷനിലുള്ള വീഡിയോ സാമ്പിൾസ് ആണെങ്കിലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള റിസൾട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് നൈറ്റിലും കൂടി എത്ര ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയണം. അപ്പോൾ നമുക്കിനി കുറച്ച് നൈറ്റ് സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നമുക്ക് നൈറ്റ് മോഡിൽ റിയർ ക്യാമറയിലെടുത്ത നമുക്ക് സാധിക്കുന്നുണ്ട് വീഡിയോയിൽ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തെടുത്തൊരു സെൽഫി ഇമേജ് ആണ്. ഇവിടെയും നമുക്ക് നല്ലൊരു റിസൾട്ട് നൈറ്റ് കണ്ടീഷനിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫി വീഡിയോ ആണെങ്കിലും നമുക്ക് നല്ലൊരു ക്വാളിറ്റി വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ Realme 6 Proയിൽ
എല്ലാ ഫീച്ചേഴ്സും എല്ലാ ക്യാമറ ഫീച്ചേഴ്സും വളരെ ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ടെലിഫോട്ടോ ലെൻസും പോർട്രേറ്റ് ലെൻസും അൾട്രാ വൈഡ് ആംഗിൾ മാക്രോ ലെൻസും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫോട്ടോഗ്രാഫിക്ക് എല്ലാ രീതിയിലുള്ള ഫോട്ടോഗ്രാഫി നമുക്കിതിനകത്ത് പോസിബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെ നല്ല വീഡിയോ സാമ്പിൾസും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് റിയൽമി 6-ൽ നൈറ്റ് മോഡൊക്കെ കുറച്ച് നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടിയിരുന്നില്ല. പക്ഷേ റിയൽമി 6 പ്രോയിൽ തീർച്ചയായും നമുക്ക് ആ ഒരു ഡ്രോബാക്കും കൂടി ഒഴിവാക്കിയിട്ടുള്ളൊരു ഫോണാണ് റിയൽമി 6 പ്രോ. അപ്പോൾ കംപ്ലീറ്റ്ലി നമുക്കൊരു എന്താ പറയുക, ഒരു ഓൾറൗണ്ടറാണ്. ക്യാമറയുടെ ബേസിൽ നമ്മൾ എല്ലാ മോഡിലും എല്ലാ ഫീച്ചേഴ്സും തികഞ്ഞൊരു ഫോണെന്ന് നമുക്ക് റിയൽമി 6 പ്രോനെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ റിയൽമി 6 പ്രോയുടെ മറ്റ് വിശേഷങ്ങളായിട്ട് വരുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി കാണാം.